ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോക്ക് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ. എങ്കിലും നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്ക്. നമുക്കറിയാം, ദീർഘയാത്രയുടെ ആളുകളാണ് അറബികൾ. അവര് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അങ്ങനെ അറബികൾ അവരുടെ യാത്രകളിൽ ഇണകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി വിവാഹം ചെയ്യും. താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ കേവല വ്യഭിചാരമല്ല. പെൺകുട്ടിയുടെ ഏത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള അതിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിവാഹമാണ്. പക്ഷെ വിവാഹത്തിന്റെ സവിശേഷത ഒരു കാലനിബദ്ധമായിരിക്കും എന്നുള്ളതാണ്. അഥവാ ഈ വിവാഹം 3 മാസത്തേക്കാണ്. ആ 3 മാസത്തേക്കുള്ള വിവാഹത്തിനുള്ള വിവാഹ മൂല്യം കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീർഘകാലം തമ്പടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്ന സഹാബിമാരിൽ ചിലർക്ക് സ്വാഭാവികമായും അവർ തുടർന്ന് വന്നിരുന്ന ഒരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു. ആ മുത്തവ വിവാഹം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ അവർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈംഗികമായ ചോദനകളെ അടക്കി വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ മാന്യമായി തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും അത് ആ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയാവുകയും ആ പെൺകുട്ടിയെ ഇത്ര കാലത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നിലനിൽക്കുകയും ആ കാലം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി ആ വിവാഹം സ്വാഭാവികമായി ഇല്ലാതെയാകുകയും ചെയ്തു. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് അല്ലെ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത്. ഇങ്ങനെ ഒരു താൽക്കാലിക വിവാഹം, മുത്തുവ വിവാഹത്തെയൊക്കെ ഈ അക്ബർ സാഹിബ് എങ്ങനെയാണ് എത്ര വൃത്തികെട്ട രീതിയിലാണ് അല്ലെ ന്യായീകരിക്കുന്നത്. ഇതല്ലേ നിങ്ങൾക്ക് തോന്നിയത്? ഇത് തന്നെയാണ് കുറെ ആൾക്കാർക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ച് കമന്റുകൾ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ താൽക്കാലിക വിവാഹത്തെ, മുത്തുവ വിവാഹത്തെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഒരുപാട് കമന്റുകൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നൗ ഇനി ഞാൻ ചെയ്യുന്നത്, ഈ നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ, ഒരു മിനിറ്റും സം സെക്കൻഡ്സും ഉള്ള വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോക്ക് തൊട്ട് ശേഷം അതേ വീഡിയോന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതിന്റെ തൊട്ടടുത്ത വാചകമായിട്ട് അദ്ദേഹം പറഞ്ഞത് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതുകൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആ കാലത്ത് അവകാശങ്ങളുള്ള അതിലൂടെ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനും പുരുഷൻ വഹിക്കേണ്ട അന്നത്തെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ഏർപ്പാട് അത് പ്രവാചകൻ അന്ന് അനുവദിച്ചു. എന്തുകൊണ്ടെന്നാൽ അന്ന് ആ സമൂഹത്തിൽ അത് വേരുള്ളതായിരുന്നു. എന്നാൽ ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ളതാകരുത് വിവാഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം പിന്നീട് അത് നിരോധിക്കുകയും ചെയ്തു. അള്ളാഹ്ക്കറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരു സമൂഹത്തെ സംസ്കരിക്കുന്നതിന്റെ രീതിശാസ്ത്രം അതായതുകൊണ്ടാണ് എന്നാണ് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അതിന് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ എന്ത് ചെയ്യാണെന്ന് അറിയാം, അയാള് ഈ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്യാം. ഓക്കെ, ഇസ്ലാം നിരോധിച്ചു, പ്രവാചകൻ അതിനെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്, ഇങ്ങനെ താൽക്കാലിക വിവാഹം എന്നൊക്കെ പറയുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഒരാൾ കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി ഭാഗം ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ എന്ത് ചെയ്യാണ്, പ്രചരിപ്പിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പൊ ഇതിങ്ങനെ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർ, കാരണം എല്ലാവരും ഈ ഫുൾ വീഡിയോ കാണുന്നില്ലല്ലോ, ഈ ഷോർട്ട് വീഡിയോ കണ്ട കുറെ ആൾക്കാർ ഇത് കാണുന്നു, ചിരിക്കുന്നു, പരിഹസിക്കുന്നു, കമന്റ് ബോക്സിൽ പലതും എഴുതി വിടുന്നു, ലൈംഗികത പറയുന്നു, എന്നിട്ട് അവർ ഡൗൺലോഡ് ചെയ്യുന്നു, വേറെ കുറെ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇതിങ്ങനെ പ്രചരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മുമ്പിലേക്ക് 3 ഓപ്ഷൻസ് വരികയാണ്. 3 ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ വെറുതെ പറയല്ലേ, നിങ്ങളുടെ മുമ്പിലാണ് വന്ന് നോക്കുക, നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്റെ ഉമ്മയെക്കാളും എന്റെ ഉപ്പയെക്കാളും എന്നെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നബി. ഓക്കെ, എന്റെ പ്രവാചകൻ, എന്റെ റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കുറിച്ച് ഒരാൾ ഇങ്ങനെ വൃത്തികേട് ചെയ്യാൻ, ആ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി മാത്രം വൃത്തിയായിട്ട രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ മുമ്പിൽ 3 ഓപ്ഷൻസ് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് വരികയാണ്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്, അല്ലയോ പൊന്നു സഹോദര, താങ്കൾ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ, താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അതൊക്കെ ശരിയായ രീതിയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂപ്പരെ ഉപദേശിച്ചു വിടുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, ഇതിപ്പം അങ്ങനെ ചെയ്ത് ഇപ്പം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക നിങ്ങൾക്ക്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കള്ള ക്ലിപ്പുകൾ കട്ട് ചെയ്ത് ഇടുന്ന ആളുടെ ആ വീഡിയോക്ക് നമ്മളൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ പറ, നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത്. ബാക്കി നമുക്ക് എന്നിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.